2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ പ്രഖ്യാപിച്ച BJP 34 സീറ്റുകളിൽ BJP കടുത്ത പോരാട്ടം കാഴ്ചവെക്കാനുള്ള നീക്കത്തിലാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 30 സീറ്റുകൾ കേരളത്തിൽ പിടിച്ചെടുക്കണമെന്ന വമ്പൻ ലക്ഷ്യത്തോടു കൂടിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എ ക്ലാസ്, എ പ്ലസ്, ബി ക്ലാസ്, ബി പ്ലസ് അങ്ങനെ മണ്ഡലങ്ങളെ 4ആയി തിരിച്ചുകൊണ്ടാണ് BJPയുടെ ഇപ്പോഴത്തെ മത്സര രീതി. ഏറ്റവും പ്രധാനമായി 40,000-ലധികം വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേടാൻ കഴിഞ്ഞ 9 നിയമസഭാ മണ്ഡലങ്ങൾ. ആ 9 നിയമസഭാ മണ്ഡലങ്ങളിലായിരിക്കും പ്രധാനമായും BJP ഫോക്കസ് ചെയ്യുക. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 35,000 മുതൽ 40,000 വോട്ട് വരെ നേടാൻ കഴിഞ്ഞുവെന്ന് BJP കണക്കുകൂട്ടുന്നു. ആ 13 നിയമസഭാ മണ്ഡലങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി മത്സരിക്കാനാണ് BJPയുടെ നീക്കം. 30,000-ലധികം വോട്ടുകൾ നേടിയ 38ഓളം നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിൽ BJPക്കായിട്ടുള്ളത്. ആ 38 നിയമസഭാ മണ്ഡലങ്ങളിൽ 34 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മത്സരിക്കാനാണ് BJPയുടെ നീക്കം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അധികം വൈകാതെ BJP നടത്തും. ജനുവരി മാസം 2ാം വാരത്തോടെ തന്നെ പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ സ്റ്റാർ വാല്യൂ ഉള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് BJPയുടെ നീക്കം. 2ാം വാരം കേരളത്തിലേക്ക് എത്തുന്ന, തിരുവനന്തപുരത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ആദ്യഘട്ടത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. അതായത് BJP വിജയം പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ BJPയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിക്കും. അങ്ങനെ 2026 തെരഞ്ഞെടുപ്പിൽ വലിയ വമ്പൻ പ്രതീക്ഷയുമായി, വമ്പൻ നീക്കങ്ങളുമായാണ് BJP മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറി വിജയം നേടാനാകുമെന്ന് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വോട്ട് നേട്ടം, ആ 20%-ഓളമുള്ള വോട്ട് ഷെയർ, അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25%-ആക്കി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് BJP കണക്കൂട്ടുന്നത്. BJP പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ ഉയർത്താനായില്ലെങ്കിൽ കൂടി കേരളത്തിൽ 30 പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് BJPക്ക് വലിയ നേട്ടം തന്നെയാണ്. 2020 കേവലം 13 പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു BJPക്ക് അധികാരം നേടാൻ കഴിഞ്ഞത്. അത് 2020 എത്തുമ്പോഴേക്കും 30 പഞ്ചായത്തുകളിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് BJPയുടെ വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ സീറ്റ് നേടിയ BJP നിലവിൽ BJPക്ക് നിയമസഭാ സീറ്റുകളൊന്നും തന്നെ ഇല്ല. 2026 മത്സരത്തിൽ 30 നിയമസഭാ സീറ്റുകളിൽ താമര വിരിയിക്കാനാകുമെന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. അത് അല്പം കടന്ന ആത്മവിശ്വാസമാണെങ്കിൽ കൂടി 10 സീറ്റുകൾ ഏറ്റവും ചുരുങ്ങിയത് വിജയിക്കാനാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. എന്നാൽ 34 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെ കാഴ്ചവെക്കണം. ഏത് സാഹചര്യത്തിലും 5,000 മുതൽ 10,000 വരെ വോട്ടുകൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു അട്ടിമറി വിജയം നേടാനാകുമെന്ന് BJP കണക്കുകൂട്ടുന്നു. നിലവിലെ സാഹചര്യത്തിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമായി ചേർന്നുകൊണ്ട്, പ്രാദേശിക ജാതി മത സംഘടനകളുമായി ചേർന്നുകൊണ്ട് നീക്കുപോക്കുണ്ടാക്കുകയും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ, സർവസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ ചില മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ വികസനം, സംസ്ഥാനത്തെ പിണറായി സർക്കാരിന്റെ വികസന വിരോധം, ശബരിമല സ്വർണ്ണക്കൊള്ള തുടങ്ങി കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധമായ നയങ്ങളെ കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായ ഒരു അവബോധം ഉണ്ടാക്കുക, കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവബോധവും കൃത്യമായ കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഒരു വലിയ വിജയമാണ് 2026 BJP പ്രതീക്ഷിക്കുന്നത്. 2026 BJPയുടെ അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ.